നമസ്കാരം. മധ്യപൗരസ്ത്യ മേഖലയെ വീണ്ടും ആശങ്കയുടെ നിഴലിലാഴ്ത്തി ഇറാൻ അമേരിക്ക നയതന്ത്ര ചർച്ചകളെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ വിവാദങ്ങൾ. സ്വിറ്റ്സർലൻഡിൽ നടന്ന നിർണായക കൂടിക്കാഴ്ചയിൽ അമേരിക്കയുമായുള്ള ചർച്ചകളിൽ പങ്കെടുത്ത ഇറാനിയൻ പ്രതിനിധി സംഘത്തിനെതിരെ സ്വന്തം രാജ്യത്തിനകത്തും ശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. അമേരിക്കയുമായി ചർച്ച നടത്തുന്നത് ദേശീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന ആരോപണവുമായി കടുത്ത യാഥാസ്ഥിതിക വിഭാഗങ്ങൾ രംഗത്തെത്തുമ്പോൾ നയതന്ത്രമാണ് യുദ്ധത്തിന് പകരമുള്ള ഏക മാർഗമെന്ന് വാദിച്ച് ഇറാൻ പാർലമെന്റ് സ്പീക്കർ ശക്തമായി പ്രതിരോധ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ലെബനനിൽ മാസങ്ങളായി തുടരുന്ന സംഘർഷവും ഇസ്രയേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലും ചൂണ്ടിക്കാട്ടിയാണ് ചർച്ചകളെ സ്പീക്കർ ന്യായീകരിക്കുന്നത്. യുദ്ധവും സാമ്പത്തിക ഉപരോധങ്ങളും മേഖലയുടെ സ്ഥിരതയെ തകർക്കുമ്പോൾ സംഭാഷണത്തിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും മാത്രമേ സമാധാനത്തിലേക്കുള്ള വഴി കണ്ടെത്താനാകൂ എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകൾക്കിടെ ഉപരോധങ്ങളിൽ ഇളവ്, ആണവ പരിശോധകരുടെ മടങ്ങിവരവ്, മേഖലാ സുരക്ഷാ വിഷയങ്ങൾ എന്നിവ ചർച്ചയായെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളിൽ പങ്കെടുത്ത ഇറാൻ പ്രതിനിധി സംഘത്തിനെതിരെ രാജ്യത്തിനകത്ത് യാഥാസ്ഥിതിക വിഭാഗങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നുമാണ് രൂക്ഷ വിമർശനം ഉണ്ടായത്. ചർച്ചാ സംഘത്തിന്റെ യാത്ര മുടങ്ങാനായി വിമാനത്താവളം അടഞ്ഞു കിടന്നിരുന്നുവെങ്കിൽ എന്ന് തങ്ങൾ ആഗ്രഹിച്ചു പോയെന്ന് ഔദ്യോഗിക റേഡിയോ ആൻഡ് ടെലിവിഷൻ നെറ്റ്വർക്കായ IRIB അടക്കം കടുത്ത വിമർശനമാണ് ഉയർത്തുന്നത്. വിമർശനം ശക്തമായതോടെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഹീർ ഗാലിബാഫ് രംഗത്തെത്തി. അമേരിക്കയുമായുള്ള ഈ ചർച്ച നടന്നിരുന്നില്ല എങ്കിൽ ലെബനനിൽ ഇതിനകം തന്നെ മുസ്ലിം രക്തം വീഴുമായിരുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവും ഭരണപരമായ കാര്യങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി ഇറാൻ തന്നെ കൈകാര്യം ചെയ്യുമെന്നും സ്പീക്കർ വ്യക്തമാക്കി. ചർച്ചകൾ ഇറാന് നേട്ടമാണ് ഉണ്ടാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സമാധാന ധാരണയുടെ ഭാഗമായി അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള ഇറാന്റെ കയറ്റുമതി വിലക്ക് അമേരിക്ക നീക്കി. അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തിയത്. 60 ദിവസത്തേക്കുള്ള താൽക്കാലിക ലൈസൻസ് ആണ് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ അനുവദിക്കുന്നത് സമ്മതിച്ചതായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കമുണ്ടായത്. ഇതോടെ ഇറാന്റെ ആണവ പദ്ധതികളുടെ വിവരം ലോകത്തിന് ലഭിക്കും. ഇറാന്റെ പുനർനിർമ്മാണത്തിനുള്ള $30,000 കോടി ഫണ്ട്, ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ എന്നിവ നൽകുന്നതിനുള്ള നടപടികൾക്കും അമേരിക്ക സമ്മതിച്ചു. ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായെന്ന് അമേരിക്കയും ഉറപ്പുകൾ പാലിക്കുന്നതിന് പകരമായി ഉറപ്പുകൾ തങ്ങളും പാലിക്കുമെന്നാണ് നിലപാടെന്ന് ഇറാനും പറഞ്ഞു. തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ ഇരു രാജ്യങ്ങളുടെയും മധ്യസ്ഥ രാഷ്ട്രങ്ങളുടെയും സാങ്കേതിക വിദഗ്ധർ ചർച്ചകൾ തുടരും. ലെബനനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ പ്രത്യേക സെല്ലും രൂപീകരിച്ചു. തർക്കങ്ങൾ ഉയർന്നാൽ പരിഹരിക്കാനും സമിതിയുണ്ട്. ഇരു രാഷ്ട്രങ്ങളും ഓരോ വിഷയങ്ങളും ഉന്നയിക്കേണ്ടത് ഇനി മേൽനോട്ടത്തിനായി നിശ്ചയിച്ച ഉന്നതതല സമിതിയായിരിക്കും. ഈ ചർച്ചകൾക്കെതിരെ ഇറാനിലെ കടുത്ത ദേശീയവാദികളും യാഥാസ്ഥിതിക രാഷ്ട്രീയ ശക്തികളും ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയെ വിശ്വസിക്കാനാകില്ല എന്നും ചർച്ചകളിലൂടെ ഇറാന്റെ നിലപാടുകൾ ദുർബലമാക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നതെന്നും വിമർശകർ ആരോപിക്കുന്നു. മറുവശത്ത് സാമ്പത്തിക പ്രതിസന്ധിയും മേഖലയിൽ വർദ്ധിക്കുന്ന സംഘർഷങ്ങളും കണക്കിലെടുക്കുമ്പോൾ നയതന്ത്രപരമായ ഇടപെടലുകൾ ഒഴിവാക്കാനാകില്ല എന്നാണ് ഭരണകൂട അനുകൂലികളുടെ വാദം. ഒരു ഭാഗത്ത് യുദ്ധഭീഷണി, മറുഭാഗത്ത് സമാധാന ചർച്ചകൾ. ലെബനൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഭാഷണങ്ങൾ ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത്? ആഭ്യന്തര പ്രതിഷേധങ്ങൾ ഈ ചർച്ചകളെ ബാധിക്കുമോ? പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഈ നയതന്ത്ര നീക്കങ്ങളുടെ പിന്നാമ്പുറ കഥകൾ ഇനിയും ചർച്ചകളിൽ ചൂടുപിടിക്കുകയാണ്.